ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാൽക്കപ്പയും കിടില ബീഫ് പെരട്ടുമാണ്. ഞാനിവിടെ അതിലേക്കായി ഒരു 1/2 കിലോ ബീഫ് ഇവിടെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ച് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്കത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലൊന്ന് നല്ല വെളിച്ചെണ്ണ ഒന്ന് വീത്തി കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല രീതിയിലൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കളറൊക്കെ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ആ മണമൊക്കെ വരുന്നതൊക്കെ അറിയാൻ പറ്റും. ആ സമയം വരെ നമ്മൾ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ല എണ്ണയിൽ കിടന്ന് നല്ല മൂത്ത് വരത്തക്ക വീതം നമ്മൾ അതിനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. അതിനുശേഷം നമുക്ക് ഒരു 250 ഗ്രാം ചെറിയ ഉള്ളി ഒന്ന് നമുക്ക് ആ എണ്ണയിൽ കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണത് വരെ നമുക്ക് വഴറ്റിക്കൊണ്ടേ ഇരിക്കാം. അതിനുശേഷം നമുക്ക് ഒരു 3-4 പച്ചമുളക് നീളത്തിലരിഞ്ഞ് ചെറുതായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് അതിൻ്റെ കിട്ടാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതിനെ യോജിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മളിവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിക്ക് കൂടെ അതിൽ ചേർത്ത് കൊടുക്കണം. ആ തക്കാളിക്കയും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് നമുക്ക് ഒന്നുകൂടെ മൂപ്പിച്ച് എടുക്കേണ്ടതുണ്ട്. അതുപോലെ നല്ല വശക്കി നമ്മൾ അതിനെ ഒന്ന് വശക്കി എടുക്കുക. എങ്കിലേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. തക്കാളി എല്ലാം കൂടെ വെന്ത് ചെറിയ ഉള്ളിയും നമ്മളെ പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് വെന്ത് നല്ല പരുവത്തിൽ ആയി കിട്ടിയാലേ നമുക്ക് അതിലേക്ക് മസാലകൾ ചേർക്കാൻ പറ്റുള്ളൂ. അതുവരെ നമ്മൾ അന്ന് നന്നായിട്ട് ഒന്ന് വശക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ അരച്ച് മിക്സിയിലിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ച ആ അരപ്പിനെ കൂടെ നമുക്ക് ആ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണയിൽ കിടന്ന് ആ ഉള്ളിയും വെളുത്തുള്ളിയും അതിൻ്റെ പേസ്റ്റ് എല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ തന്നെ അടിപൊളി മണം വരുന്നുണ്ട്. ഇതുപോലെ ഇതിന് നന്നായിട്ട് ഒരിക്കൽ കൂടെ നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. കുറച്ചുകൂടെ വഴണ്ട് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് എടുത്തിട്ടുണ്ട്. 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് വശക്കി എടുക്കണം. കാരണം ആ ഉള്ളിയിലൊക്കെ ആ മുളകൊന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് കറുത്ത് വന്നാലേ, ഒരു കറുത്ത കളറായാലേ നമ്മൾ ബീഫ് കറിക്ക് അതൊരു ഇതുള്ളൂ. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബീഫ് കൂടെ നമുക്ക് അതിലേക്ക് തട്ടിക്കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിനെ എല്ലാം കൂടെ ആ അരപ്പിലൊന്ന് യോജിച്ച് വരത്തക്ക വിധം നന്നായിട്ടൊന്ന് ഇളക്കി അതിനെ അരപ്പിലൊന്ന് യോജിപ്പിച്ച് എടുക്കാം. എങ്കിലേ ആ കറിയിൽ ആ അരപ്പിൽ കിടന്ന്, കാരണം ബീഫെല്ലാം നമ്മളിവിടെ വെന്ത് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മസാലയിൽ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ എണ്ണയും മുളകും എല്ലാം ആ ബീഫിൽ കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വശക്കി ഒന്ന് നന്നതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. കൂടുതൽ കാരണം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കാരണം ഇറച്ചിയൊക്കെ നമുക്ക് നല്ല വൃത്തിയായി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഒന്ന് അതിൽ കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായാൽ മാത്രം മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് വശക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത്, ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ആ തേങ്ങാപ്പാലൊന്ന് ഇറച്ചിയിൽ എല്ലായിടവും ഒന്ന് വീത്തിയതിന് ശേഷം നമുക്കതിനെ അതിൻ്റെ മൂടി വെച്ചൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് ആ തേങ്ങാപ്പാലെല്ലാം ഇറച്ചിയിലൊക്കെ പിടിച്ച് നല്ല വെന്ത് വറ്റി വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഇതാ കണ്ടില്ലേ, നല്ലപോലെ അതിൻ്റെ തേങ്ങാപ്പാലെല്ലാം അരപ്പിൽ പിടിച്ച്. ഇപ്പം നമുക്ക് ആ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. ആ തേങ്ങാപ്പാലിൻ്റെ വെള്ളത്തിൻ്റെ അംശം അങ്ങനെ ഒന്നുമില്ല. നമുക്ക് അതിലേക്ക് ഇനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കരിവേപ്പിലയും കൂടെ ചേർത്ത് ആ എണ്ണയും കൂടെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ബീഫ് ഫ്രിട്ട് തയ്യാറാക്കിയിട്ട് അതിനോട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷൻ എന്ന് പറയുന്നത് പാൽക്കപ്പയാണ്. ഞാനിവിടെ പാൽക്കപ്പയും ബീഫ് പെരട്ടുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പാൽക്കപ്പയുടെ വീഡിയോ ഞാനിവിടെ നേരത്തെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ ചാനലിൽ കയറി നോക്കിയാൽ അതിൻ്റെ റെസിപ്പി നമുക്കതിൽ കാണാൻ സാധിക്കും. പാൽക്കപ്പയും ബീഫും അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.